ശ്രീ കെ സുരേന്ദ്രൻ. വളരെ സന്തോഷം. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് 20% വോട്ട് നേടിയ BJPയുടെ പ്രകടനം. ആ BJPയുടെ പ്രകടനത്തിന് തീർച്ചയായും താങ്കളുടെ നേതൃത്വം ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. താങ്കൾക്കും അതൊരു സന്തോഷ നിമിഷത്തിലാണ്, ഞങ്ങൾക്കും ഇതൊരു സന്തോഷ നിമിഷമാണ്. 14ാം വർഷത്തേക്ക് കടക്കുന്നു. റീലോഞ്ച് ചെയ്യപ്പെട്ട് 1ാം വാർഷികമാണ്. തീർച്ചയായും വ്യത്യസ്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നൊരു ചാനൽ എന്ന നിലയിൽ ശ്രീ കെ സുരേന്ദ്രൻ, എങ്ങനെയാണ് റിപ്പോർട്ടറിനെ താങ്കൾ അടയാളപ്പെടുത്തുക? റിപ്പോർട്ടർ ചാനലിൻ്റെ പുതിയ രൂപമാറ്റം, അതിൻ്റെ സാങ്കേതിക മികവ്, അതിൻ്റെ അവതരണ രീതികൾ, ഇതെല്ലാം വളരെ ഒരു പുതുമ നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള യോജിപ്പാണ്. 13 വർഷമായി മലയാള ദൃശ്യമാധ്യമ രംഗത്തുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു വർഷം റിപ്പോർട്ടറിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സാഹചര്യം എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഒരുപക്ഷെ ചില രാഷ്ട്രീയ ഉള്ളടക്കങ്ങളോട്, നിങ്ങളുടെ എഡിറ്റോറിയൽ നയസമീപനങ്ങളോട് പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളുടെ സംവേദന രീതി, പുതിയ ആവിഷ്കാര കാര്യങ്ങൾ, അതുപോലെ തന്നെ വാർത്തകൾക്കപ്പുറത്തുള്ള രാഷ്ട്രീയ വാർത്തകൾക്കപ്പുറത്തുള്ള മറ്റ് പലതരത്തിലുള്ള അറിവിൻ്റെ സംപ്രേഷണം, ഇതെല്ലാം വളരെയധികം ഒരു പുതുമ നൽകുന്നതാണ്. എന്തായാലും എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ 1ാം വാർഷികത്തിലും അതിൻ്റെ തുടക്കമുള്ള 14ാം വാർഷികത്തിലും റിപ്പോർട്ടർ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ 20% വോട്ടിലേക്കുള്ള വളർച്ച, ഒരു MP സ്ഥാനം, 11 നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം, 9 നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം. BJP കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നേടിയിട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച തിരഞ്ഞെടുപ്പാണ് 2024 ഒരു പാർട്ടി പ്രസിഡന്റിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര മുന്നേറ്റം താങ്കൾ അധ്യക്ഷനായിരിക്കുമ്പോൾ കേരളത്തിൽ BJPക്ക് ഉണ്ടാവുകയും ചെയ്തു. 24 തെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ നടത്തിയൊരു ശ്രദ്ധേയമായ വിലയിരുത്തൽ കേരളത്തിൽ ഒരാശയപരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ആ ആശയപരമായ മാറ്റം? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയെങ്കിലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാവരും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതിനെ പലരും എടുത്തു പറഞ്ഞില്ലെങ്കിലും വസ്തുത അതാണ്. കാരണം ഒരു സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്നത് പോലുള്ള ഒരു റിസൾട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നോക്കൂ ഉണ്ണി, നമ്മുടെ നാട്ടിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവം നോക്കിയാൽ നമ്മളെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായി, അതായത് ഒരു ഭരണത്തിനെതിരായി ഒരു ശക്തമായ ജനവികാരം ഉണ്ടാവുമ്പോൾ ആ ജനവികാരത്തിൻ്റെ ശരിയായ പ്രതിഫലനം തൊട്ടടുത്ത ഓപ്പോസിറ്റ് പാർട്ടിക്കാണ്, അതായത് പ്രിൻസിപ്പൽ ഓപ്പോസിഷനാണ് എപ്പോഴും കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രയോജനം പ്രതിപക്ഷത്തിനാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി സമ്പൂർണ്ണമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അതിൻ്റെ 1.5% പ്രയോജനം പോലും UDFന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആശയപരമായ മാറ്റം എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണം അതാണ്. ഒരു ഘടനാപരമായ മാറ്റം കൂടി ഇതിലുണ്ടായിരിക്കും. രണ്ടാമത്തത് ഒരു വോട്ട് ബാങ്കിലേക്ക് ഞങ്ങൾ എവിടെയാണ് കടന്നു കയറിയത് എന്നുള്ളതാണ് ഈ ആശയപരമായ മാറ്റത്തിൻ്റെ കാരണം. ഈ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനാണ് ഞങ്ങൾ ഇത്രയും കാലം ഒരു 50 കൊല്ലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ സത്യം നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഏതാണ്ട് 50% വരുന്ന ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ പ്രവർത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ് CPIM-ഉം ഭാരതീയ ജനതാ പാർട്ടിയും. ഭൂരിപക്ഷ സമുദായത്തിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളും CPM-ഉം കാലാകാലങ്ങളായിട്ട് അവരുടെ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി, ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെയാണ് അവർ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പ്രത്യേകമായിട്ട് പറയുമ്പോൾ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയൊരു പിന്തുണ ഞങ്ങൾക്കില്ല എന്നുള്ളത് ഒരു പരിമിതി തന്നെയാണ്. ഞാൻ ആ സത്യം മറച്ചു വയ്ക്കുന്നില്ല. കേരളത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ, 2024 ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടർമാർക്കിടയിലാണ്. ആ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത് കുറച്ചുകൂടി ഒരു അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പിന്തുണയാണ് ഞങ്ങളുടെ അടിത്തറ.
കുറച്ച് അല്ലാത്തതും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് CPMൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് ആയിട്ടുള്ള ലോവർ ക്ലാസ് ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക്, പ്രത്യേകിച്ച് ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങളിലേക്ക്, അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളിലെല്ലാം അവരുടെ എല്ലാ സ്വാധീന മേഖലകളിലും, പട്ടികജാതി പട്ടികവർഗ സ്വാധീന മേഖലകളിലും ഇതാദ്യമായിട്ട് ഒരു ആധിപത്യം എന്നുള്ള നിലയിൽ കടന്നു വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ എന്താണോ ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് അതിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. അതാണ് ഞാനൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞത്. ശരി, ആശയപരമായ ഒരു ഷിഫ്റ്റ് നടക്കുമ്പോൾ ആ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നും BJPയിലേക്കാണ് എന്നൊരു വൈരുദ്ധ്യം കൂടി നിലനിൽക്കുന്നതാണ് ഇപ്പോൾ താങ്കൾ അവകാശപ്പെടുന്നതും. അതിൽ വെള്ളാപ്പള്ളി എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പങ്ക് എത്രത്തോളമാണ് ശ്രീ കെ സുരേന്ദ്രൻ? 32% ഈഴവ വോട്ടുകൾ, ഇടതുപക്ഷത്തിന് ലഭിച്ച ഈഴവ വോട്ടുകളാണ് ഇപ്പോൾ BJPയിലേക്ക് വന്നിരിക്കുന്നത്. അല്ല, അതിലൊരു കാര്യം സ്മൃതി, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അങ്ങനെ ഒരു ശ്രമം നേരത്തെ നടന്നിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ വലിയൊരു സാമൂഹ്യ ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു സമത്വ മുന്നേറ്റം എന്നുള്ള നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിച്ചു നിൽക്കണം, ഈ ന്യൂനപക്ഷ വർഗീയതയുടെ അതിപ്രസരത്തിനെതിരായിട്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരായിട്ട് ശക്തമായൊരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ആ കാലത്തും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചിരുന്നു. അന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈഴവ ജനവിഭാഗങ്ങൾക്കിടയിലേക്കുള്ള ഒരു കാൽവെപ്പിന് ഞങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത്. ഞങ്ങൾ ആ വസ്തുത നന്ദിപൂർവ്വം തന്നെ സ്മരിക്കുകയാണ്. ആ കാലയളവിലാണ് അങ്ങനെ ഒരു തുടക്കം കുറിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അത് ശിവഗിരിയിൽ പിന്നീട് പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും അതിനോട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെടുത്ത സമീപനങ്ങളും എല്ലാം ഒരു ചരിത്ര മാറ്റത്തിന് ഒരു വലിയ ജനവിഭാഗത്തെ പ്രേരിപ്പിക്കാൻ കാരണമായി. പിന്നീട് അതിൻ്റെ ഒഴുക്ക് കുറച്ച് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ, ഭീഷണികളുടെ പേരിൽ, കേസുകളുടെയൊക്കെ പേരിൽ ആ നിലയ്ക്ക് ഒരു സമ്മർദ്ദം പിണറായി വിജയനും അതുപോലെ UDFും എടുത്തതിൻ്റെ ഫലമായിട്ട് കുറച്ചൊന്ന് അത് താഴ്ന്നിരുന്നു. പക്ഷേ ആ ഒരു പ്രചാരണം കേരളത്തിൽ ഒരു മൈനോറിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടമാണ് കേരളത്തിൽ എപ്പോഴും വർക്കൗട്ട് ആവുന്നത്. ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റം മൈനോറിറ്റി അപ്പീസ്മെൻറ്റിൻ്റെ പേരിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഒരു പ്രതിസ്ഫുരണം, മറുഭാഗത്ത് അതിൻ്റെ ഉണ്ടാവുന്ന ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണ് മെല്ലെ മെല്ലെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ജി പറഞ്ഞ കാര്യം ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളം എപ്പോഴും ശ്രദ്ധിക്കുന്നത് മൈനോറിറ്റി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മൈനോറിറ്റി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നാൽ കേരളത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചത് CAAയുടെയും അതുപോലെ പൗരത്വ രജിസ്റ്ററിൻ്റെയും എല്ലാം പേരിൽ വലിയ തോതിൽ മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ എന്താണ് ഫലം സംഭവിച്ചത്? ഭൂരിപക്ഷ സമുദായത്തിന് ശക്തമായ വിയോജിപ്പ് അതിനോടുണ്ടായി. ന്യൂനപക്ഷ സമുദായമാകെ ആശങ്കയിലാക്കപ്പെട്ടവർ UDFിനോടൊപ്പം പോവുകയും ചെയ്തു. അതാണ് തെരഞ്ഞെടുപ്പിൽ LDFന് ഇത്രയും വലിയൊരു വോട്ട് ഡിപ്പ് ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പങ്ക് ചെറുതല്ല. പക്ഷേ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് പറയുന്ന കാര്യമല്ല ഇത്. ഓക്കെ, ശ്രീ കെ സുരേന്ദ്രൻ, അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് തങ്ങൾ നടത്തിയിരിക്കുന്ന ഈ വിഷയങ്ങളിൽ, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഒരു അനുപാതരഹിതമായുള്ള ഇടപെടൽ നടന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ? വെള്ളാപ്പള്ളി നടേശനൊക്കെ നടത്തിയ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ മുഖ്യമന്ത്രി ലീഗിനെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനത്തിലേക്ക് എത്തി വിമർശിക്കുന്നത്? അല്ല, ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് UDFിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ഒരു ഘട്ടത്തിലെങ്കിലും തിരിച്ച് LDFിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഒരു വശത്ത്, മറുവശത്ത് UDFിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക. അദ്ദേഹം എപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന ഒരു മിതവാദ മൈനോറിറ്റി കൂട്ടുകെട്ടിനോടൊപ്പം ഇവിടുത്തെ എല്ലാ ഭീകരവാദ നിലപാടുള്ളവരും, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, അവരെ എല്ലാവരെയും കൂടി UDF പക്ഷത്തേക്ക് പിന്നെ എത്തിക്കാനുള്ള ഒരു പ്രചാരവേലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അത് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനോ CPMനോ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം
ഹിന്ദു സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ചോർച്ച അതിവേഗം തിരിച്ചെത്തിക്കാൻ കഴിയുന്ന ഒരു ചോർച്ചയല്ല. ഇതിനു മുമ്പുള്ള കാലത്തുള്ള പോലെയല്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അനുഭാവികളാണ് പിണങ്ങിയതെങ്കിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കേഡറുകളാണ് പിണങ്ങിയിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം. BJPക്ക് ഒരുപക്ഷെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ കഴിയാത്ത പല പാർട്ടി കേഡറുകളും നോട്ടയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. കള്ളവോട്ട് ചെയ്യാൻ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള പാർട്ടി കേഡറുകൾ, ബൂത്തുകളിൽ ഇരിക്കുന്ന ആളുകൾ പോലും, ഞങ്ങൾക്ക് പരസ്യമായിട്ട് വോട്ട് ചെയ്യാൻ പറയാൻ സാധിക്കാത്തവർ പോലും രഹസ്യമായിട്ട് പല ബൂത്തുകൾ, നിങ്ങൾ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ആലത്തൂരിലും എല്ലാം നോക്കിയാൽ അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചെറിയ തിരിച്ചടിയല്ല ഇപ്പോൾ CPM-ന് ഉണ്ടായിരിക്കുന്നത്. ഒരു അസ്തമയത്തിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു തിരിച്ചടിയല്ല. അതുകൊണ്ട് അത്ര വേഗത്തിൽ ഇതിനെ മറിച്ചെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കണ്ണൂരിലെ സംഭവ വികാസങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ കടന്നു പോകുന്നത്. ഇത് തന്നെയായിരുന്നു 10 കൊല്ലം മുമ്പ് നാം ബംഗാളിൽ കണ്ടത്, 10 കൊല്ലം മുമ്പ് നാം ത്രിപുരയിൽ കണ്ടത്. അതിൻ്റെ തനിയാവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ കാലഘട്ടത്തോടുകൂടി കേരളത്തിൽ CPIM-ന്റെ അപ്രമാദിത്വം അസ്തമിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും രണ്ടഭിപ്രായമില്ല. ശ്രീ കെ സുരേന്ദ്രൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം അതിൻ്റെ നേട്ടം കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്കല്ല, കോൺഗ്രസിനല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും BJP വളർച്ച കൈവരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നുമുണ്ട്. കാരണം അത് ഹരിപ്പാടടക്കമുള്ള ഇടങ്ങളിൽ അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ വോട്ടിലുണ്ടായ കുറവിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാകണം. എൻ്റെ ചോദ്യം വ്യക്തമായി ക്ലിയറായി ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങയുടെ ഒരു പ്രതീക്ഷ എന്താണ്? 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര പേരുണ്ടാകും കെ സുരേന്ദ്രനൊപ്പം നിയമസഭയിൽ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് KC വേണുഗോപാലിൻ്റെയും പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ആ പ്രസ്താവനയിലുള്ള വ്യംഗ്യം എന്താണെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറയാം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ്, നേരത്തെയൊക്കെ ചില സ്ഥലങ്ങളിൽ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കളമൊരുങ്ങാൻ പോവുകയാണ് എന്നാണ് ഞാൻ അതിൽ നിന്ന്, BJP പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള കരുതലും ജാഗ്രതയുമാണ് എനിക്കും എൻ്റെ പാർട്ടിക്കും വരും ദിവസങ്ങളിൽ ചെയ്യാനുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഞാൻ നേരത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നു, ഇതൊരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും. ഇതൊരു ഘടനാപരമായ മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഘട്ടത്തിൽ അതൊരു ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രിമച്വർ ആണ് ഇപ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് പ്രവചിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകമായി വർത്തിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. എണ്ണങ്ങളും മറ്റ് സാങ്കേതികമായ കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി വൈകിയേ പറയാൻ കഴിയുള്ളൂ. താങ്ക് യു ശ്രീ കെ സുരേന്ദ്രൻ. ഒരൊറ്റ ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ട്, മൻ കി ബാത്ത് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ നൽകിയ വലിയ നായകത്വത്തിന് 20% വോട്ട് തന്നു കേരളത്തിലെ ജനത BJPക്ക്. അപ്പോൾ പാർട്ടി തീർച്ചയായും താങ്കളെയും പരിഗണിക്കണമല്ലോ, താങ്കൾക്കും ഒരു സമ്മാനം, പാർട്ടിയിൽ ഒരു പാരിതോഷികം നൽകണമല്ലോ. അതെന്തായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതേണ്ടത്? ഇപ്പോൾ ലഭിച്ച എല്ലാ സമ്മാനങ്ങളും ആദരവുകളും കൊണ്ട് തന്നെ സമ്പൂർണ്ണമായിട്ട് തൃപ്തനായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത്രയും ഒരു സ്ഥാനം, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക്, അതും 10 നേതാക്കൾ കഴിഞ്ഞ ശേഷം 11ാമത്തെ അധ്യക്ഷനായിട്ട് ഈ ഒരു 49 വയസ്സിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എൻ്റെ ചെറിയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അപ്പുറത്തേക്ക് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇത് തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്കും പ്രസക്തിയില്ല. താങ്ക് യു ശ്രീ കെ സുരേന്ദ്രൻ. നമുക്കൊപ്പം ശ്രീ റോഷി അഗസ്റ്റിൻ കൂടി BJPയെ സംബന്ധിച്ചോളം, കെ സുരേന്ദ്രനെ സംബന്ധിച്ചോളം റിപ്പോർട്ടർ TV ആയിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ശ്രീ കെ സുരേന്ദ്രൻ. അങ്ങ് ഞാൻ ഓറിയൻറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഞാൻ. കാരണം ഇത് വലിയ ടീമാണ്, ഈ ടീമിൻ്റെ വിജയം ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ടെന്ന് അന്ന് ഓറിയൻറ്റേഷനിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു വിജയത്തിലെത്തി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് കണ്ട ഞങ്ങളും ഇന്ന് കണ്ട ഞങ്ങളും തമ്മിൽ എന്ത് തോന്നുന്നു അങ്ങക്ക്? ശ്രീ ആൻഡോ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മാത്രമല്ല എല്ലാ മലയാളം ചാനലുകളുടെയും പത്രമാധ്യമങ്ങളുടെ എല്ലാവരുടെയും ഒരു
സഹജമായ അല്ലെങ്കിൽ നൈസർഗികമായ ഒരു മുഖമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കും മാറി നിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, റിപ്പോർട്ടർ TV കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അഭൂതപൂർവമായിട്ടുള്ള ജനപ്രീതി നേടിയിരിക്കുന്നു. അത് നിങ്ങളുടെ മികച്ച മാധ്യമപ്രവർത്തകരുടെയും നിങ്ങളുടെ മികച്ച സാങ്കേതിക വിദഗ്ധന്മാരുടെയും നിങ്ങളുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെയും എല്ലാം കാരണമാണ്. പുതിയ മാതൃകകൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം ഒരു ചെറിയ കാലയളവാണ്, നമുക്കിനിയും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും റിപ്പോർട്ടർ TVക്ക് മലയാള മാധ്യമങ്ങൾക്കിടയിൽ ഒരു നല്ല സ്ഥാനം തന്നെയാണ് ഉള്ളത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും സമ്മതിക്കുന്നു. താങ്ക് യു ശ്രീ കെ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേർന്നതിന്.